നാം എല്ലാവരും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ചില വിഷയങ്ങൾക്ക് വേണ്ടി മറുപടി ലഭിച്ചിട്ടുണ്ട്. ചില വിഷയങ്ങൾക്ക് വേണ്ടി മറുപടി ലഭിക്കാനുണ്ടാകാം. എന്നാലും പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥന നമ്മുടെ ആയുധമാണ്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളിൽ ധീരമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. തങ്ങളുടെ ശക്തിയോ എണ്ണയുടെ കഴിവോ ഒന്നുമല്ല, ദൈവമാണ് സൗഖ്യം നൽകുന്നത് എന്നാണ് എല്ലാവരും തിരിച്ചറിയേണ്ടത്. അപ്പോൾ നാം ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്ന് യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അതിൻ്റെ 15-ാം വാക്യം, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ധീരക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവനോട് ക്ഷമിക്കും. രണ്ടാമതായിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ വേണ്ടത് വിശ്വാസമാണ് വേണ്ടത്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത്ഭുതങ്ങളെ നടക്കുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ പറയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം രോഗികളെ പെട്ടെന്ന് കർത്താവ് സൗഖ്യമാക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകുമ്പോൾ, ദൈവം എന്നെ സൗഖ്യമാക്കുമെന്ന് നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുമ്പോൾ, ആ വിശ്വാസം ക്രിയ ചെയ്ത് അത് ദൈവിക അത്ഭുതമായി വിടുതലായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതാണ് വേണ്ടത്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ധീരക്കാരനെ രക്ഷിക്കും. അങ്ങനെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ പാപം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവനോട് ക്ഷമിക്കുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. അതിൻ്റെ 16-ാം വാക്യം, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. ആമേൻ. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ എന്നാണ് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എത്ര നാളായി തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട്? എത്ര നാളായി അന്യോന്യം ഒന്ന് പ്രാർത്ഥിച്ചിട്ട്? എത്ര നാളായി പേര് പറഞ്ഞ് ഓരോ വ്യക്തിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാത്തതിൻ്റെ ഒരു കാരണം തമ്മിൽ പാപങ്ങളെ ഏറ്റു പറയുവാനോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനോ പലപ്പോഴും നാം തയ്യാറാകുന്നില്ല. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത് തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന്. അതിൻ്റെ താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ, നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ആരാണ് നീതിമാൻ? ദൈവവുമായി നല്ല ബന്ധം പുലർത്തുന്നവൻ, ദൈവിക വഴിയിൽ നടക്കുന്നവൻ, ദൈവവുമായി വിശ്വാസത്തിൽ നല്ല ബന്ധമുള്ളവൻ, അവനാണ് നീതിമാൻ. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് ദൈവദൂതൻ ഇറക്കിക്കൊണ്ട് വരുന്ന ഒരു ചരിത്രം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്ന് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അതിന് വലിയൊരു ഉദാഹരണം താഴോട്ട് നാം വായിക്കുമ്പോൾ കാണുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു. ആമേൻ. നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവ് ഒരു അമാനുഷിക വ്യക്തി ഒന്നുമായിരുന്നില്ല. നമ്മളെപ്പോലെ രക്തവും മാംസവും ഉള്ളവനായിരുന്നു. നമ്മളെപ്പോലെ തന്നെ അവൻ്റെ ജീവിതത്തിലും പാപസ്വഭാവം ഉണ്ടായിരുന്നു. അവൻ നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ തൻ്റെ ശക്തി തന്നിൽ തന്നെ അല്ലായിരുന്നു. പിന്നെയോ തൻ്റെ ശക്തി തൻ്റെ ശക്തി ദൈവത്തിലാണ്.
ആയിരുന്നു. അതുകൊണ്ട് താൻ നീതിമാനായിരുന്നു. അതുകൊണ്ട് നാമും നീതിമാനായിരിക്കുന്നുവെങ്കിൽ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ ചെയ്യുവാൻ കർത്താവിന് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട 4 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. 1, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. 2, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. 3, തമ്മിൽ പാവങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. 4, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. ആ ഒരു 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം ഉൾപ്പെടുത്തി കഴിയുമ്പോൾ വളരെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഈ കർത്താവിന് സാധിക്കും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥനയിലെ കുറവുകളെ ക്ഷമിക്കണമേ. പലപ്പോഴും കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ ജൽപ്പനങ്ങളായി മാറുന്നു നാഥ. എന്നാൽ ഇന്ന് കർത്താവെ, ആ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ, ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ, പാവങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പാൻ, യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗികളാൽ കർത്താവെ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് കർത്താവെ, ഇപ്പോൾ തന്നെ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വിടുതലിനെ പ്രിയ മക്കൾക്ക് കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികളെ തുറക്കണമേ. ഞങ്ങൾ കർത്താവെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ശത്രുവിൻ്റെ സകല സർവായുധ വർഗ്ഗങ്ങളെയും കാൽവറി ക്രൂശിൽ അടിയുറപ്പിച്ച യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.